UDF കളഞ്ഞു കുളിച്ച മണ്ഡലമാണ് ഏറ്റുമാനൂർ. UDFിനോട് എക്കാലവും വിധേയത്വം പുലർത്തുന്ന മണ്ഡലമായിരുന്നു ഒരു കാലത്ത് ഏറ്റുമാനൂർ. 1991 മുതൽ 2011 വരെ തോമസ് ചാഴിക്കാടൻ പ്രതിനിധാനം ചെയ്ത മണ്ഡലം. പിന്നീട് സുരേഷ് കുറുപ്പിനെ ഇറക്കി LDF ആ മണ്ഡലം തിരിച്ചു പിടിച്ചു. അതിനുശേഷം ആ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ UDFിന് കഴിഞ്ഞിട്ടില്ല. 2016 ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് BN വാസവനാണ്. ഇപ്പോഴത്തെ മന്ത്രി BN വാസവൻ. വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം പ്രിൻസ് ലൂക്കോസിനെ, UDFിലെ പ്രിൻസ് ലൂക്കോസിനെ പരാജയപ്പെടുത്തിയത്. അതും 15,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. അതിന് BN വാസവനെ സഹായിച്ചതിൽ ഒരു പങ്ക് ലതിക സുഭാഷിനുണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ. ലതിക സുഭാഷ് തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് തലമുണ്ഠനം ചെയ്തതും മറ്റ് പല വിധത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയതും ഒക്കെ BN വാസവന് തുണയായി മാറി. ലതിക സുഭാഷ് ഇപ്പോൾ NCPയിലാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ UDFിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റുമാനൂരിൽ ആരൊക്കെ മത്സരിക്കും എന്നതിനെ പറ്റിയുള്ള പല ഊഹാപോഹങ്ങളും പല ഔദ്യോഗിക രേഖകളും ഒക്കെ പൊളിറ്റിക്സ് കേരള പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്ന പേര് ഒരു പ്രത്യേകമായ ഒരു പേരാണ്. സിനിമാ നിർമ്മാതാവായ ആൻറ്റോ ജോസഫ് ഏറ്റുമാനൂരിൽ മത്സരിക്കും എന്ന വാർത്തയാണ് പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്ത് വിടുന്നത്. ആൻറ്റോ ജോസഫ് കോട്ടയം സ്വദേശിയാണ്, മന്നാനം സ്വദേശിയാണ്. അദ്ദേഹം കൊച്ചിയിലാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം. മമ്മൂട്ടിയുടെ സിനിമകൾ പലതും നിർമ്മിക്കുന്നതും മമ്മൂട്ടിയുടെ ബിനാമിയായി നിൽക്കുന്നതും ഒക്കെ അദ്ദേഹമാണ്. പക്ഷേ ജന്മം കൊണ്ട് കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് ആൻറ്റോ ജോസഫ്. ഈ സാഹചര്യത്തിലാണ് ആൻറ്റോ ജോസഫ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഏറ്റുമാനൂരിൽ എത്തുന്നത്. ഏറ്റുമാനൂർ എന്നല്ല, എല്ലായിടത്തും ഒരു ടൈറ്റായ ഒരു മത്സരമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഫണ്ടിങ് വേണം കോൺഗ്രസ്സിന്. സാധാരണ ഫണ്ടിങ് കിട്ടാറില്ല കോൺഗ്രസ്സിന് കഴിഞ്ഞ കുറേ കാലമായി. ഇത്തവണ ഫണ്ട് നടത്താൻ കഴിവുള്ള നേതാക്കളെ അല്ലെങ്കിൽ കഴിവുള്ള ബിസിനസ്സുകാരെ മുന്നോട്ട് കൊണ്ടുവരാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. അതിൽ ഒരാളാണ് ആൻറ്റോ ഫണ്ടിങ് നടത്താൻ കഴിവുള്ള വ്യക്തിയാണ്. ഫണ്ടിങ്ങിലൂടെ കോൺഗ്രസിൻ്റെ ഈ കോൺഗ്രസിനെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കുക എന്നൊരു രീതി, അതാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അവലംബിക്കുന്നത്. മുമ്പ് K സുധാകരനും അതുതന്നെയായിരുന്നു അവലംബിച്ചിരുന്നത്. ഇപ്പോൾ സിനിമാ രംഗത്ത് നിന്ന് ഒരു സെലിബ്രിറ്റിയെ തന്നെ ഇറക്കിക്കൊണ്ട് കളിക്കുകയാണ് കോൺഗ്രസ്. കളം നിറഞ്ഞ് കളിക്കുകയാണ് കോൺഗ്രസ്. ഏറ്റുമാനൂർ ഒരു കാലത്ത് LDFിന് അപ്രാപ്യമായ മണ്ഡലമായിരുന്നു. ഏറ്റുമാനൂർ എന്നാൽ തോമസ് ചാഴിക്കാടൻ, അങ്ങനെയായിരുന്നു LDFിന്. പക്ഷേ കഴിഞ്ഞ തവണ BN വാസവൻ പ്രിൻസ് ലൂക്കോസിനെ പരാജയപ്പെടുത്തിയത് വൻപിച്ച ഭൂരിപക്ഷത്തിലാണ്. അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. 2000 വോട്ടൊന്നുമല്ല, 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് BN വാസവൻ ജയിച്ചു കയറിയത്. അത് കോൺഗ്രസിന് തിരിച്ചടിയാവുക മാത്രമല്ല, കോൺഗ്രസിൻ്റെ നിലനിൽപ്പിനെ തന്നെ അവതാളത്തിലാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ആ നിലനിൽപ്പിനെ അവതാളത്തിലാക്കിയ BN വാസവനെ തളയ്ക്കാൻ ആൻറ്റോയെ ഇറക്കുകയാണ് കോൺഗ്രസ്. ആൻറ്റോ ജോസഫിനെ ഇറക്കുകയാണ് കോൺഗ്രസ്. ഇതാണ് ഏറ്റവും പുതിയ വാർത്ത. ഏറ്റവും പുതിയ ഇലക്ഷൻ അപ്ഡേറ്റുമായി പൊളിറ്റിക്സ് കേരള നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പു നൽകുന്നു ഞാൻ. നേരിട്ട് വരാൻ അല്പം സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അതുകൊണ്ടാണ് നേരിട്ട് വരാത്തത്. നേരിട്ട് വരാതെ എൻ്റെ ശബ്ദം നിങ്ങളെ തേടിയെത്തും. എൻ്റെ ശബ്ദം നിങ്ങളെ തേടിയെത്തുമ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ അത് കേൾക്കുവാനുള്ള, അത് അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥ എനിക്ക് ഉണ്ടാകും. വൈകാതെ നേരിട്ടെത്തും KN ഷാജികുമാർ നിങ്ങളുടെ മുമ്പിൽ.